നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മന്ത്രി കസേരയിൽ എത്തിയിട്ട് ദിവസങ്ങൾ മാത്രമേ കഴിഞ്ഞുള്ളൂവെങ്കിലും ജനമനസ്സുകളിൽ ഇടിച്ചു കയറിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ഈ പോക്ക് പോയാൽ മുഖ്യമന്ത്രി അസ്വസ്ഥനാകും. പിന്നെ ശൈലജ ടീച്ചറെ ഒരു മൂലയിൽ ഇരുത്തിയ പോലെ അങ്ങ് ഇരുത്തിക്കളയും. പക്ഷേ അതിലൊന്നും താൻ വീടില്ലെന്ന് നെഞ്ചു വിരിച്ചു നിന്ന് പറയാനുള്ള ചങ്കൂറ്റം ഗണേഷ് കുമാറിനുണ്ട്. പത്തനാപുരം KSRTC യൂണിറ്റിന് പുതുവർഷ സമ്മാനമായി 4 സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ കൈമാറിയ ശേഷം ഗണേഷ് കുമാർ നടത്തിയ കിടിലൻ പ്രസംഗമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. KSRTCയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ ബസ്സുകൾ കൈമാറുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. വരുമാനം വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ ചെലവ് കുറച്ചാലേ മെച്ചം ഉണ്ടാകൂ എന്ന് മന്ത്രി പറയുന്നു. പൊതുഗതാഗത സിസ്റ്റത്തിൽ ജനങ്ങളെ ആകർഷിക്കണമെങ്കിൽ സമയം പാലിച്ചേ പറ്റൂ. വഴിയിൽ കിടക്കാത്ത, മൂട്ട കടിക്കാത്ത നല്ല വണ്ടികൾ വേണം. പൊതുഖജനാവിൽ നിന്ന് എപ്പോഴും പണം തന്ന് നടത്തിക്കൊണ്ടു പോവുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് വരുമാനം വർദ്ധിക്കുന്നതിനൊപ്പം ചെലവും കുറച്ചാൽ KSRTCക്ക് മെച്ചം ഉണ്ടാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മന്ത്രി എന്ന നിലയിൽ വ്യത്യസ്തമായ തീരുമാനങ്ങളിലൂടെ KSRTCയെ രക്ഷപ്പെടുത്തിയെടുക്കാം എന്ന ചിന്തയോടെ തന്നെയാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഓരോ നീക്കങ്ങളും പ്രാവർത്തികമാക്കുന്നത്. KSRTCയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നും അതെങ്ങനെ പരിഹരിക്കും എന്നത് സംബന്ധിച്ച് KSRTC ജീവനക്കാർക്ക് കത്തെഴുതുമെന്നും ഗണേഷ് കുമാർ നേരത്തെ പറഞ്ഞിരുന്നു. അധികാരമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പല പുതുമയുമുള്ള തീരുമാനങ്ങളും KSRTCയിൽ നടപ്പിലായി കഴിഞ്ഞു. എല്ലാം പഠിച്ചു കഴിഞ്ഞു. തീരുമാനങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ കുറെ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യും. എന്തായാലും ജീവനക്കാർക്ക് ഞാനൊരു കത്തെഴുതുന്നുണ്ട്. KSRTCയുടെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ജീവനക്കാർക്കൊരു കത്താണത്. എന്താണ് KSRTCയുടെ ഇപ്പോഴത്തെ സ്ഥിതിയെന്നും ഇതിനെ നമ്മൾക്ക് ഒരുമിച്ച് എങ്ങനെ പരിഹരിക്കാമെന്നും കത്തിൽ സൂചിപ്പിക്കും. അതിനായി ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ട സഹകരണത്തെക്കുറിച്ചും വ്യക്തമാക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. KSRTCയിലെ എല്ലാ സംഘടനാ നേതാക്കളെയും താൻ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അവരോട് എല്ലാം സംസാരിച്ച ശേഷം ജീവനക്കാർക്കൊരു തുറന്ന കത്തെഴുതുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സമൂഹ മാധ്യമങ്ങൾ വഴി, പ്രധാനമായും വാട്സാപ്പ് വഴി എല്ലാ ജീവനക്കാർക്കും കത്ത് എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യുമെന്നും മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. കത്ത് പ്രിന്റ് ചെയ്തിറക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. KSRTC കുടുംബത്തിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ കെ.ബി. ഗണേഷ് കുമാർ തന്റെ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു. ജോലിക്ക് എല്ലാവരും കൃത്യമായി വരണമെന്നും റൂട്ടുകൾ മുടങ്ങാൻ പാടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നഷ്ടത്തിലോടുന്ന റൂട്ടുകളെ കുറിച്ച് MLA-മാരോട് ചർച്ച ചെയ്ത് നടപടികൾ കൈക്കൊള്ളുമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഗതാഗത വകുപ്പിൽ വൻ അഴിച്ചുപണി തന്നെയാണ് ഗണേഷ് കുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.